ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്, അതായത് മധുരമുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ സ്പൈസി സ്നാക്സ് ഒക്കെ ആയിരുന്നു ഇഫ്താർ സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് താഴെ ഇതുപോലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴം വേണം. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ്, നല്ല പഴുത്തായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 5 മുട്ട, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതാണിത്, പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ്. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് പാലും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ ഒരു ഗ്ലാസ്സോളം മൈദപ്പൊടി, അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പകുതി, ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരകിയതും വേണം. അപ്പോൾ നമുക്ക് ആദ്യം പഴത്തിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കായ്പോളയ്ക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ 4ആയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗീ ഒക്കെ നന്നായിട്ട് മെൽട്ടായി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും അതുപോലെ ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കയ്യിലുള്ളതുപോലെ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഈ ഒരു സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം നല്ല പഴുത്ത പഴമാണെങ്കിൽ നമ്മളിതിൽ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ കുറച്ച് പഴുപ്പ് കുറഞ്ഞതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നല്ല പഴുത്ത പഴവും അതുപോലെ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത് ഒഴിവാക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ, അതുപോലെ നന്നായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഈ ഒരു സെയിം പാനിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഞാനിത് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട്. നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പഴം കൂടി ചേർത്തിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ആവശ്യമല്ല, നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു മുട്ട കൂടി ഒന്ന് ചിക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ റൈസിൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു ദോശ ബാറ്ററും അതുപോലെ തന്നെ ഒരു മുട്ടയുടെ മിക്സാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 5 മുട്ടയിൽ നിന്ന് ഒരു 4 മുട്ട ഒരു മിക്സിയുടെ ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സിന് വേണ്ടിയിട്ടാണിത്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം നല്ലോണം ആവശ്യമുള്ളവർക്ക് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഈ ഒരു സെയിം മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കൊരു ദോശ ബാറ്റർ കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ദോശ ബാറ്ററിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ്സോളം മൈദ ചേർത്ത് കൊടുത്തു. അതുപോലെ ബാക്കിയുള്ള ഒരു മുട്ട, പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കുറച്ച് വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി.
പിന്നെ ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൈദ എടുത്ത ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ദോശ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തിന്നായിട്ടുള്ള ദോശയൊന്നും വേണമെന്നില്ല, കുറച്ചൊന്ന് കട്ടിക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് മൈദ ദോശയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഒരു വശം തന്നെ കുക്കായി വന്നാൽ മതി. നമ്മളിത് മറിച്ചിടേണ്ട തിരിച്ചിടേണ്ട ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്നങ്ങ് നമുക്ക് എടുത്ത് മാറ്റാം. ഇതൊന്നുകൂടി നമ്മൾ പാനിൽ വെച്ച് സെറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ഒന്നങ്ങ് കുക്കാവും. അതുകൊണ്ട് ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുടുമ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാനിൻ്റെ അളവിനനുസരിച്ച് വേണം ചുടാനായിട്ട്. ഒരുപാട് വലിയ ദോശ ചുട്ടെടുക്കരുത്. നമ്മുടെ പാനിലും കുറച്ചൊന്ന് വലിയ ദോശയാണ് ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഏകദേശം ഒരു 6 ദോശയോളം ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ വെച്ചിട്ട് എനിക്കിവിടെ 6 ദോശയാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ്സും അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് നല്ലത്. അപ്പോൾ കുക്കറിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പാനിനെ. അതിനുശേഷം ഓരോ ദോശയും നമ്മുടെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പാനിലേക്ക് ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് വിടർത്തി തന്നെ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റിലത്തെ ദോശയൊക്കെ നന്നായിട്ട് തന്നെ നമ്മളിതൊന്നും വളഞ്ഞു പോവുകയൊക്കെ ചെയ്യാണ്ട് കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഫില്ലിങ്സ് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അടുത്ത ദോശ എടുത്തിട്ട് നമ്മുടെ എഗ് മിക്സിൽ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ നമ്മളിങ്ങനെ ദോശയും അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്സും തീരുന്നത് വരെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ ദോശയും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി വന്ന ഈ ഒരു എഗ് മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു പാന് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് അതായത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അടിയിൽ വെച്ച പാന് ഒരു പഴയ ഒരു പാൻ എടുത്താൽ മതിയാവും. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ കുക്കായി വന്നതുപോലെ. സൈഡ്സിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഗീ പുരട്ടിയിട്ടുള്ള പാനായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നങ്ങ് ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ടിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡ് കൂടി ഒന്നങ്ങ് ബ്രൗൺ കളറാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്